ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാക്കിയുള്ള 4 എപ്പിസോഡിൻ്റെ കഥയും കുറച്ച് സ്പീഡിലായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വേദന അഡ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രേയ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അപ്പോൾ അഡ്മിറ്റ് ആവാൻ പറയുകയാണ്. അപ്പോൾ ജനറൽ വാർഡ് മതിയെന്ന് വേദ പറയുമ്പോൾ അതൊന്നും ഒഴിവില്ല, ടിൻ ഷെയറിങ് റൂം ഉണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ഒരു റൂമിൽ തന്നെ 2 ആൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ആ റൂം എടുക്കുകയാണ്. അപ്പോൾ ഒരു അരുണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഴ്സിനെ പരിചയപ്പെടുകയാണ്. കുറച്ച് വായാടി ആയിട്ടുള്ള ഒരു സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ആ റൂമിൽ തന്നെ ഷെയർ ചെയ്യണത് DCP തരുണിൻ്റെ ഭാര്യ രാധികയാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കഥകളൊക്കെ അരുണ വേദനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരുണയ്ക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഹെവി ബ്ലീഡിങ് ആയിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാളിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയാണ്. ഇപ്പോൾ ഏകദേശം റിക്കവറി ആയിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേദ റൂമിലെത്തുമ്പോൾ വിക്രമ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദ ഇങ്ങനെ ആലോചിച്ച് എടുക്കുകയാണ് കേട്ടോ. നീ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാനിങ്ങനെ വയറിൽ മുഖം വെച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ മോനോട് ഞാൻ സംസാരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അയ്യേ, ഇതൊക്കെ പണ്ടത്തെ ക്ലീശയല്ലേ, അത് സ്വന്തം കാര്യം വരുമ്പോൾ ക്ലീശയൊന്നും നോക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുറച്ച് രസകരമായിട്ടുള്ളവരുടെ ഒരു കാര്യങ്ങളൊക്കെ വേദ ആലോചിച്ച് പെട്ടെന്ന് ഇങ്ങനെ വേദയ്ക്ക് സങ്കടം വരികയാണ്. അപ്പോൾ വേദക്ക് അറിയാണ്. ആ സമയത്ത് ശ്രേയ വരും. ഏത് സമയം നീ എന്തെങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വേദയെന്ന് ചോദിക്കും. ഇത് സങ്കടത്തിൻ്റെ കണ്ണീരല്ല, ഇത് സന്തോഷത്തിൻ്റെയാണ്. ഇതൊക്കെ നീ എന്നെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി അല്ല, സത്യമായിട്ടും നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾക്ക് കരച്ചിൽ വരില്ലേ, അതുപോലെയാണ്. ചിത്രം മൂവി കണ്ടിട്ടില്ലേ നീ, അതുപോലെയാണ് എൻ്റെ ജീവിതം. അതിൽ നായകനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് പല രീതിയിലായിട്ട് എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് വേദ അതുപോലെ അഭിനയിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെയാണ് ഗുണ്ടയും തെമ്മാടിയുമായിട്ടുള്ള ഒരാളുമായിട്ടുള്ളൊരു ജീവിതത്തിൽ ഏറ്റവും ആദ്യം വെറുപ്പും വിദ്വേഷവും ദേഷ്യവും പകയും പിന്നീട് സഹതാപവും സൗഹൃദവും സ്നേഹവും അഗാധമായിട്ടുള്ള പ്രണയവുമായി അവസാനിച്ച ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് തമ്മിൽ പിരിയേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ കേട്ടോ. ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ ഒന്ന് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്, അതുകൊണ്ട് നിൻ്റെ കൂടെ എനിക്ക് ഇന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ. അത് സാരില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ആ ബെല്ലൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഓടി എത്തും എന്നൊക്കെ വേദ പറയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രമ് ജയിലിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നാലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രായമായ മനുഷ്യനാണ് വിക്രമിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ വിക്രമിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും കരുത്ത് നൽകുകയൊക്കെ ചെയ്യാണ്. നമ്മൾ മാത്രമേ തടവിലുള്ളൂ, നമ്മുടെ മനസ്സ് തടവിലില്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി, സങ്കടകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു കളയാനൊക്കെ വിക്രമിനോട് അയാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദയുടെ അടുത്തേക്ക് രാധികയുടെ മദറിലോ, അതായത് തരുണിൻ്റെ അമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ തരുണിൻ്റെ അമ്മ വേദന കാണുമ്പോൾ വേദനയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരു റൂമിലായതുകൊണ്ട് അവർ തമ്മിൽ സൗഹൃദം ഉണ്ടാവുകയാണ്. അപ്പോൾ വേദനയോട് കൂടെ ആരില്ലേന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അല്ല വീട്ടുകാരെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇടാതെ നിൽക്കുമ്പോൾ ഭർത്താവ് പുറത്തായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ്. അങ്ങനെ അവർ രാധികയുടെ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. രാധികനെ കൊണ്ടുവന്നതും രാധികയ്ക്ക് ഭയങ്കര പേടിയാണ്, ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് കരയും, പിന്നീട് പെട്ടെന്ന് അലറി വിളിക്കും, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുഞ്ഞിനൊന്നും കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുകയാണ് കേട്ടോ, രാധികയുടെ മദറിനോയും വേദയും തമ്മിൽ. അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അവർ ആസാമിലായിരുന്നു ഹസ്ബൻഡിനായിട്ട്. തരുണിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തരുണിൻ്റെ അച്ഛൻ മരിച്ചതാണ്. തരുണിൻ്റെ അച്ഛനെ ചിത കൊളുത്തിയത് ഞാനാണ്, മകനെ ചെറിയ മകനെ കയ്യിൽ പിടിച്ചിട്ടെന്നൊക്കെ അവർ കഥകളൊക്കെ പറയാണ് കേട്ടോ. ഇതേ സമയം ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ട് ഗുണ്ടകളുടെ ഡൽഹിയിലേക്ക് വിടുകയാണ് കേട്ടോ. ഡൽഹിയിൽ വെച്ചിട്ട് വേദന കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. വേദ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ശ്രീകാന്ത് അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തിരക്കാൻ പറയുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദയുടെ അടുത്തേക്ക് ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരില്ലേ എന്നൊക്കെ വേദനോട് ഡോക്ടർ ചോദിക്കുകയാണ്. പലപ്പോഴായിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ വേദ അങ്ങനെ ഒന്നും ഇടാതിരിക്കുമ്പോൾ കൂടെയുള്ള സിസ്റ്റർ പറയുകയാണ്, ചിലപ്പോൾ പ്രേമവിവാഹമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഭർത്താവ് പുറത്തായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വേദ അതേന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണനാണ്. ശങ്കരനാരായണൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വേദയുടെ കാര്യം ആലോചിച്ച് വരികയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്തും ദർശനും കൂടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ്. ദർശൻ പറഞ്ഞു, എനിക്ക് ഈ സ്വത്തും കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവൾ മുമ്പ് എന്നെ അവഗണിച്ചിട്ടുള്ളൂ,
ഇപ്പോഴും എന്നെ എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് കൂട്ടു നിന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. ദർശന് വേദനയോട് കുറച്ച് വൈരാഗ്യവും ദേഷ്യമൊക്കെ മനസ്സിൽ കുന്നുകൂടി നിൽക്കുന്നുണ്ട്. പിന്നെ ശ്രീകാന്ത് ശങ്കരനാരായണനെ കണ്ടിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങളുടെ മകനാണ് കേട്ടോ, വേദ മാത്രമല്ല എന്ന് പറയും. പക്ഷെ ആ ശുദ്ധിയൊന്നും നിനക്കില്ലല്ലോ. ശുദ്ധി കൂടുതലുള്ള ആളായത് കൊണ്ടായിരിക്കും അളിയനെ തീർത്ത മരുമകനെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത് അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. ജഡ്ജി സ്ഥാനം ഒഴിഞ്ഞിട്ട് വക്കീൽ കുപ്പായിട്ട് നടക്കുന്നു എന്നൊക്കെ പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ പണിക്കത്ത് തറവാട്ടിലേക്ക് വരും, നിങ്ങളുടെ മകളുടെ ശവശരീരമായിട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ തരുൺ ഇങ്ങനെ വരികയാണ് കേട്ടോ. തരുൺ ഇങ്ങനെ സംസാരിക്കണ കാണുമ്പോൾ വേറെ ഇങ്ങനെ അതിൻ്റെ കർട്ടൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ തരുൺ ഇങ്ങനെ കർട്ടനൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ശ്രീകാന്ത് ജയിലിൽ വെച്ചിട്ട് വിക്രമിനെ ഇല്ലാതാക്കാൻ, അതായത് കൊല്ലാനായിട്ട് ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികര മദറിലോ വന്നിട്ട് കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് വേദയ്ക്ക് കൊണ്ടു കൊടുക്കാണ്ട്, വേദയുടെ അടുത്ത് ആരുമില്ലല്ലോ. അപ്പോൾ വേദ വേണ്ടാന്നൊക്കെ പറഞ്ഞേ, അതൊന്നും പറഞ്ഞാൽ പറ്റിയതും വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കേണ്ട സമയമാണ്, മറ്റാരേക്കാളും മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേണ്ടത് മോൾക്ക് ധൈര്യമാണ് എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് അവർ പോകുന്ന സമയത്ത് കമലാമ്മ തൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ധൈര്യത്തോട് കൂടി ഇരിക്കാനൊക്കെ പറയുന്നത് പോലെ വേദയ്ക്ക് തോന്നുന്നുണ്ട്. ഇത് സമയം കമലാമ്മയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ചികിത്സിക്കുന്നതിന് പകരം എൻ്റെ മോൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ശങ്കരനാരായണനെ വിളിച്ച് അനുമതി മേടിച്ചിട്ട് ശങ്കരനാരായണൻ ജയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് കമലാമ്മയ്ക്ക് കാണാനുള്ള അവസരമൊക്കെ കൊടുക്കുകയാണ്. അവിടെ ചെന്നിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, മോനെ അതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ മാഷ് വഴക്ക് പറയണേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്, നീ അവനെയും കൂടെ സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ വേദന കാണാത്തതാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ സങ്കടമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുകയാണെ. അമ്മേ, അവൾ അപാര ധൈര്യമുള്ളൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന അതേ ദിവസം തന്നെ വേദ എൻ്റെ അടുത്തേക്ക് വരും. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല അമ്മേ. അവൾ മറന്നു നിൽക്കുന്നതാണ് ശ്രീകാന്തിൻ്റെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദനയാണ് കേട്ടോ. വേദന ഇങ്ങനെ കെടുക്കുന്ന സമയത്ത് രാധിക വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ രാധികയുടെ അമ്മ അവിടെ ഇല്ല. അപ്പോൾ വേദ എഴുന്നേറ്റ് ചെന്നിട്ട് എന്താണെന്ന് ചോദിക്കുമല്ലോ. അമ്മ പുറത്തേക്ക് പോയിരിക്കുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു, അതിനെന്താ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് വേദ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദനയോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴെയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് അയച്ച ഗുണ്ടകൾ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി അവസാനം ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. വേദന ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് തരുണിൻ്റെ അമ്മനോട് ഈ പെൺകുട്ടീനെ അറിയുമെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നും. അവർ പറയും, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്, വിസിറ്റേഴ്സിനെ അലൗട്ട് ചെയ്യുന്ന സമയമല്ലല്ലോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചോദ്യം ചെയ്യാൻ. നിങ്ങൾ തരുൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ പറ്റി കേട്ടിട്ടുണ്ടോ, അയാളുടെ അമ്മയാണെന്നൊക്കെ പറയട്ടോ. അങ്ങനെ അവരെ ഓടിപ്പിക്കുകയാണ് കേട്ടോ, സിസ്റ്ററും അമ്മയൊക്കെ കൂടിയിട്ട്. അവസാനം അമ്മനോട് സത്യങ്ങൾ തുറന്നു പറയേണ്ട അവസ്ഥ വരികയാണ് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഗുണ്ടകൾ അന്വേഷിച്ച് കിടക്കണമെന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങൾ, തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും തരുണിൻ്റെ അമ്മയോടും അരുണ സിസ്റ്ററിനോടും കൂടിയിട്ട് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഇനി മോളുടെ പേര് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവാൻ പാടില്ല, പേര് ചേഞ്ച് ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ അത് സമ്മതിക്കുകയാണ് കേട്ടോ അരുണ സിസ്റ്റർ. എങ്ങനെയെങ്കിലും അത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വീണ്ടും രാധികയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് പേടിയും ഭയവും ഒക്കെ തോന്നി അലറി വിളിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഡോക്ടർ വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും സംഭവിക്കില്ല, രാധികയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ ഇവിടെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വേദനയോട് അരുണ സിസ്റ്റർ പറയുന്നുണ്ട്, എനിക്ക് ഡോക്ടറോടും കൂടി വേദന കഥകളൊക്കെ പറയേണ്ടി വന്നു, കാരണം പേര് മാറ്റുന്നതിൻ്റെ റീസൺ ഡോക്ടറോട് പറയാതെ നിവർത്തിയില്ല, അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രേയയുടെ പേരിലാണ് ഇപ്പോൾ വേദയോട് അഡ്മിറ്റായി കിടക്കണതെന്ന് പറയുകയാണേ. അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജയിലിൽ വെച്ചിട്ട് മേലുദ്യോഗസ്ഥനായിട്ട് വിക്രമ പരിചയപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിൽ വിക്രമിനോട് ഒരു അടുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. വിക്രം തെറ്റുകാരനല്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. രാധികയുടെ അടുത്തേക്ക് തരുൺ വരികയാണ്. അപ്പോൾ രാധികയ്ക്കാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ കുറേ ട്രോമാസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും രാധികയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട്. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ മരിച്ചിട്ട് അനാഥാലയത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത് തരുൺ രാധികനെ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ എങ്ങോട്ടും പോകൂല, ഉറപ്പായിട്ടും പോകൂല, നമുക്ക് മനുഷ്യന് മാത്രം ഉള്ള മനുഷ്യന് തമ്മിൽ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകാമെന്നൊക്കെ തരുൺ പറയുന്നുണ്ട് കേട്ടോ. രാധികയാണെന്നുണ്ടെങ്കിൽ തരുണിനോട് പറയുന്നുണ്ട്, പ്രസവ സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞിനെ തരുണേട്ടൻ പൊന്നു പോലെ നോക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തരുണാണ് ഭയങ്കര സങ്കടമാവാണ്. ഇല്ല, നമ്മൾ പ്രസവം കഴിഞ്ഞ് നിന്നെയും കുഞ്ഞിനെയും കൊണ്ട് ഞാനിവിടുന്ന് പോകുള്ളൂ, നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഏതെങ്കിലും നാട്ടിലേക്ക് മാറി താമസിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വേദ അവിടെ കിടന്ന് കേൾക്കാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ.
പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രം ജയിലിൽ കിടന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നതും അമ്മ വന്ന് നിൽക്കുന്നതും അമ്മ ഇങ്ങനെ വിക്രം തൊടാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് അമ്മ അപ്രത്യക്ഷമാവുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. വിക്രം ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞത് 4 എപ്പിസോഡിന്റെ ഭാഗങ്ങളാണ് കേട്ടോ, ചുരുക്കിയാണ് പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.